ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ അടുത്തേക്ക് അമ്മയും ചേച്ചിയും എൻ്റെ പിന്നെ സ്വീറ്റ് ഇലുക്കുട്ടിയും കൂടി വരുന്നിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവർക്കുള്ള ഫുഡും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വരാൻ കാരണം ചേച്ചിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സെൻറ്റർ കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടേക്ക് വരാണ്ട് ഞാൻ ഇതിലാണ് അവർ വരുന്നത്. അങ്ങനെ ഫൈനലി അവരെത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവർ കാരണം ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇലുക്കുട്ടി വന്നു. ഇലു വന്നിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കാണുമ്പോഴുള്ള ഭയങ്കര സ്നേഹം. പിന്നെ അവൾ എന്നെ അവൾ കൊണ്ടുപോകുന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ റാപ്പിഡോയിൽ പോവാണ്. റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി. റൂമെത്തിയപ്പോൾ കുഴപ്പമില്ല. ബാത്റൂം വലിയ എയിം ഉണ്ടായിരുന്നില്ല. ബാക്കി റൂമും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ലൊരു റൂമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റൂമെത്തി. ഫുള്ള് ചെക്കിങ് ആണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്കിങ് ആണ്. അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ നല്ല വലുതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേടിച്ചിട്ടുള്ള ഫുഡൊക്കെ അവരിരുന്ന് കഴിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാനും അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. പിന്നെ അമ്മ കുറച്ച് വീട്ടിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നു. ട്രെയിനിൽ വന്ന വിശേഷമൊക്കെയാണ്. ഇല്ല എൻ്റെ അടുത്ത് ഭയങ്കര കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ട്രെയിനിൽ അങ്ങനെ ഉണ്ടായി ഇതുണ്ടായി എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്ന പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വെറും ഇഡ്ഡലിയും വടയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ആരും വയറൊന്നും നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഒരു 10 മണിയായപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ തന്നെ അടുത്തുള്ളൊരു ഉടുപ്പി റെസ്റ്റോറൻ്റാണ്. അവിടെ പോയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിനിക്സ് മാൾ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോയിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം 10 മണി ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇവൾക്ക് എക്സാം 12:30-ക്കാണ്. അപ്പോൾ നമ്മൾ അതുവരെ സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഈ മാള് കാണാനൊക്കെ ആയിട്ട് ഇറങ്ങി. നല്ല മാളായിരുന്നു കേട്ടോ. പക്ഷേ ഈ മാളിൽ കുറച്ചുകൂടി വർക്ക് നടന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ ഉള്ളിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി കുറേ ഒക്കെ ചുറ്റി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഈ മാളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമായിരുന്നു ഈ മാളിൽ. സ്റ്റുഡിയോ ട്രെൻഡ്സ് അങ്ങനത്തെ ഒന്നും കണ്ടില്ലായിരുന്നു. ഫുള്ള് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് സ്നേഹയ്ക്ക് എക്സാം നടക്കുന്ന സ്ഥലം. അവിടേക്ക് വന്നു. അപ്പോൾ അവളുടെ ചെറിയൊരു പാവക്കുട്ടിൻ്റെ അത് സ്നേഹയുടെ ബാഗിൽ പെട്ടുപോയി. അത് ആ പാവക്കുട്ടി ഇട്ടു. അപ്പോൾ അതിന് പോയ വിഷമത്തിൽ അവൾ ഇരുന്ന് കരയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നെക്സസ് ശാന്തിനികേതൻ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ടായിരുന്നു. അത് വലിയ മോളായിരുന്നു. നമ്മൾ നേരത്തെ പോയതൊരു ചെറിയ മോളായിരുന്നു. ഇതൊരു വലിയ മോളായിരുന്നു. അവിടെ എല്ലാതരം ഇതുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ ഇതുകളും ഉണ്ടായിരുന്നു അവിടെ. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മോളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടവർക്ക് വന്നിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് കൊടുത്തിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വലിയും കുറേ അവിടെ നിന്ന് കളിച്ചു. കുറേ സമയമുണ്ടല്ലോ. അവൾക്ക് 4 മണി വരെ 4 മണി 4:30 വരെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വിശന്നപ്പോൾ അവിടെ 1 മണിക്കായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചിക്കനും ബർഗറും അതുപോലെ തന്നെ ടാക്കോസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഈ ബർഗറൊക്കെ. അതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോ ആണോ ഇത് ട്രെൻഡ്സ് ആണോ? അങ്ങനെ എല്ലായിടത്തേക്കും കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇലുവിന് 2-3 ഡ്രസ്സ് എടുത്തു. അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ഓഫറൊക്കെ നടക്കണ്ടായിരുന്നു. അതിൻ്റെ സ്നേഹയുടെ എക്സാം വേഗം കഴിഞ്ഞു. അവർ നേരത്തെ കയറ്റിയെന്ന് അത്ര. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിശപ്പ്. കാരണം അവൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. രാവിലെ നമ്മൾ കഴിച്ചിട്ടുള്ളത് തന്നെയുള്ളൂ. നമ്മൾ ഈ ചായക്കടയിൽ കയറിയിട്ട് കുറേ സ്നാക്സ് അവൾക്ക് അങ്ങനത്തെ മതി എന്ന് പറഞ്ഞു. ജ്യൂസും സ്നാക്സും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ശിവാജി. അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുക്കാനായിട്ട് വിട്ടു. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് ഞാൻ ഇവരെ കൊടന്നു. ഹോസ്റ്റലൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ് ശ്രീകൃഷ്ണ. അവിടെ പോയിട്ട് നമ്മൾ വെറൈറ്റി ദോശാസൊക്കെ ട്രൈ ചെയ്തു. ശേഷം നമ്മൾ രാത്രി ആയപ്പോൾ ബസ് കയറാനായിട്ട് മടിവാളയെന്നായിരുന്നു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് 2 ദിവസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി. അങ്ങനെ അടിച്ചു പൊളിച്ചപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.